പള്ളിയച്ച എന്ന സ്നേഹത്തോടെ വിളിച്ചിരുന്ന പള്ളിവാതിക്കലച്ചനെക്കുറിച്ച് ഒത്തിരി നല്ല ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളൊക്കെയും മനസ്സിൽ നിറയ്ക്കുന്നത് സ്നേഹവും സന്തോഷവും നന്ദിയുമാണ്. ഞാൻ ആദ്യമായിട്ട് പള്ളിവാതിക്കലച്ചനെ കാണുന്നത് ജീസസ് യൂത്ത് 85 എന്ന് പറയുന്ന ഒരു ഓൾ കേരള പ്രോഗ്രാമിൽ വെച്ചാണ്. SH കോളേജ് തേവരയിൽ നടക്കുന്നു. ഞാൻ അസംഷൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. അവിടെ മ്യൂസിക് മിനിസ്ട്രിയിൽ പാടാനായിട്ട് ഞാനും ഉണ്ടായിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒത്തിരി ചിരിച്ചുകൊണ്ടായിരുന്നു പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അച്ഛൻ അങ്ങനെ എനിക്കൊരു നിക്ക് നെയിം ഇട്ടു, ചിരിക്കുടുക്ക. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും, ചിരിക്കുടുക്കെ എന്നാ ഉണ്ട്, നല്ല ചിരിയാകട്ടോ, എപ്പോഴും ചിരിക്കണം എന്നൊക്കെ. ഈ ജീസസ് യൂത്ത് 85 പ്രോഗ്രാമിൻ്റെ 3-ാം ദിവസം എൻ്റെ സ്വർണ്ണ കമ്മൽ നഷ്ടപ്പെട്ടു. ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുമൂലം എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്ന് മാറിയിരുന്നു എന്ന്. ബ്രേക്ക് ടൈമിൽ അച്ഛൻ എന്നെ തേടി പുറകെ വന്നു. ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ചിരിക്കുടുക്കയുടെ ചിരി എവിടെ പോയി? അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ കമ്മൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു. അന്നേരം അച്ഛൻ പറഞ്ഞു, കമ്മൽ നഷ്ടപ്പെട്ടാൽ എന്താ, പരിശുദ്ധാത്മാവിൻ്റെ എത്രയോ ദാനങ്ങളും അനുഗ്രഹങ്ങളും മോളുടെ ജീവിതത്തിൽ നിറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ, സന്തോഷമായിട്ടിരിക്കൂ എന്ന്. അന്ന് മുതൽ ഇങ്ങോട്ടുള്ള പള്ളിയച്ഛനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഞാൻ ഓർക്കുമ്പോൾ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ദൈവത്തോട് എങ്ങനെയാണ് സ്നേഹത്തോടും നന്ദിയുള്ളവളായിട്ട് ജീവിക്കേണ്ടതെന്നൊക്കെ അച്ഛൻ്റെ ഒരു അക്കമ്പനിമെൻ്റ് എന്നെ ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. മനോജിൻ്റെയും എൻ്റെയും വിവാഹം ബ്ലെസ് ചെയ്യുന്നത് അച്ഛനാണ്. ആ ഒരു ഡിസേൺമെൻറ്റ് പീരീഡിലൊക്കെ അച്ഛനാണ് എന്നെ ഒത്തിരി ഗൈഡ് ചെയ്തിരുന്നത്. വിവാഹത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ അച്ഛനൊരു സമ്മാനമായിട്ട് വീട്ടിൽ വന്നു. ഞാൻ ഒരിക്കലും മറക്കില്ല. ഹൗസിൻ്റെ അടുത്തുള്ള ഒരു അമ്മച്ചിയെ കൊണ്ട് മാങ്ങാച്ചാർ ഇടിയിച്ച് ഒരു കുപ്പി മാങ്ങാച്ചാറും കുറച്ച് കട്ട്ലറ്റുമായിട്ടാണ് അച്ഛൻ വന്നത്. കാരണം വേറെ ഒന്നുമല്ല, കുറേ വർഷങ്ങൾ മുമ്പ്, ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുമ്പ്, ഒരു പ്രോഗ്രാമിൽ വെച്ച് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനിൽ 4-5 പേര് കൂടുന്ന ഒരു ഗ്രൂപ്പിൽ അച്ഛനും ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഐസ് ബ്രേക്കിങ്ങിനൊരു ചോദ്യമാണ് തന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം എന്താണെന്ന് പങ്കുവെക്കുക. ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് കട്ട്ലറ്റ് ഇഷ്ടമാണ്, അച്ചാർ ഇഷ്ടമാണെന്ന്. അച്ഛൻ അത് ഓർത്തിരുന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ അതുമായിട്ട് വീട്ടിൽ വന്നു. അത്ര പേഴ്സണലായിട്ടാണ് അച്ഛൻ സ്നേഹിച്ചിരുന്നത്. അത്രയ്ക്ക് ഓർമ്മയായിരുന്നു ഓരോ വ്യക്തിയുടെയും എല്ലാ ഡീറ്റെയിൽസും അതുപോലെ കൃത്യമായിട്ട് ഓർത്തിരുന്ന് അച്ഛൻ സ്നേഹിച്ചിരുന്നു. അതെനിക്ക് മാത്രമല്ല കേട്ടോ, ജീസസ് യൂത്തിൽ ആരോട് ചോദിച്ചാലും പറയും അച്ഛന് എപ്പോഴും അങ്ങനെ ആയിരുന്നു എല്ലാവരുടെയും അടുത്ത്. ആൻഡ് എവറിബഡി തോട്ട് ഐ ആം അച്ഛൻസ് ഫേവറേറ്റ്. അങ്ങനത്തെ ഒരു സ്നേഹമായിരുന്നു അച്ഛൻ്റേത്. വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർഷത്തിൽ ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളൊരു വർഷമാണല്ലോ. അച്ഛൻ എത്രമാത്രം ഞങ്ങളെ സഹായിച്ചെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ 2 പെൺമക്കളുള്ള ഒരു ചെറിയ കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഷെയർ ചെയ്യാനും വീടൊക്കെ ഒന്ന് തുറന്നു കൊടുക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതേസമയം മനോജ് കുറേ കൂടെ ജനറസ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അച്ഛനാണ് ഞങ്ങളെ 2 പേരെയും പേഴ്സണലി കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് ഒത്തിരി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. അച്ഛനിങ്ങനെ ഞങ്ങളെ 2 പേരെയും പേഴ്സണലി ഫോളോ അപ്പ് ചെയ്ത് ഞങ്ങളുടെ ഒരു വിവാഹ ബന്ധം ഉറപ്പിക്കാനായിട്ട് എത്രമാത്രം അച്ഛനും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്ന് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഒരു നല്ല ഓർമ്മ, ഞങ്ങളുടെ മൂത്ത മോന് ഒരു 3-4 വയസ്സുള്ളപ്പോഴാണ് ഗുജറാത്തിലെ എർത്ത് ക്വേക്ക് ഉണ്ടായി. അന്ന് ഞാൻ മോനെ കുറച്ച് നേരം കാണാതായപ്പോൾ അവനെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവൻ കട്ടിലേൽ ഒരു മൂലയിൽ ന്യൂസ് പേപ്പർ തുറന്നു വെച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിനകത്ത് ഒരു കുഞ്ഞ് ഈ എർത്ത് ക്വേക്ക് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് അതിൻ്റെ ആ ഇടിഞ്ഞു വീണ ആ കല്ലിൻ്റെയും ഒക്കെ ഇടയിൽ ഒരു കൊച്ചിൻ്റെ മുഖം മാത്രമായിട്ട്, തല മാത്രമായിട്ടുള്ളൊരു ഫോട്ടോ. അത് കണ്ടാൽ നമുക്ക് സഹിക്കില്ല. മോൻ അത് നോക്കി ആകെ വിഷമിച്ച് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇതൊരു എർത്ത് ക്വേക്ക് ആണെന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം അവനങ്ങ് വലിയ വിഷമമായി, അമ്മ നമ്മുടെ വീടും ഇടിഞ്ഞു വീഴുമോ, ഇവിടെയും എർത്ത് ക്വേക്ക് വരുമോ? അപ്പം ഞാൻ പറഞ്ഞില്ല മോനെ, നമ്മുടെ വീട്ടിലിങ്ങനെ വരില്ല. അതെങ്ങനെ അമ്മയ്ക്ക് അറിയാം എന്നൊക്കെ ചോദിച്ച് എന്ത് പറഞ്ഞിട്ടും മോനങ്ങ് കൺവിൻസ് ആകുന്നില്ല. മനോജ് ആ സമയത്ത് യാത്രയിലായിരുന്നു, ഞാനും മോനും ഒറ്റയ്ക്കായിരുന്നു. ഉടനെ അവൻ പറയാ, അമ്മ നമുക്ക് പള്ളിയച്ഛനെ വിളിച്ചാലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ പള്ളിയച്ഛനെ ഈ സമയത്ത് വിളിക്കാൻ പറ്റുമോ? രാത്രി 10 മണി കഴിഞ്ഞു.
കുറേ കഴിഞ്ഞിട്ടും അവന് സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛനെ ഫോണിൽ വിളിക്കാം, നമുക്ക് ഫോണിൽ വിളിച്ചിട്ട് അമ്മ കാര്യം പറയാം, അച്ഛൻ പ്രാർത്ഥിക്കും, മോൻ അച്ഛനോട് ഇങ്ങോട്ട് വരാനൊന്നും പറയരുത്, രാത്രിയാണെന്ന് പറഞ്ഞു. ഇല്ല, അച്ഛനോട് സംസാരിക്കണം പറഞ്ഞു. ഫോൺ എടുത്ത് അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു. മോന് ഫോൺ കൊടുത്തു. മോന് ഫോൺ കൈ കിട്ടിയ ഉടനെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, പള്ളിയച്ഛ ഓടി വാ, എനിക്ക് പേടിയാ. അച്ഛൻ്റെ സ്വഭാവത്തിന് അച്ഛൻ അപ്പം തന്നെ ഫോൺ വെച്ചിട്ട് ഓടിയെത്തി. ഒരു 20-25 മിനിറ്റ് നടന്നു വന്നത് രാത്രിയിൽ. അച്ഛന് വണ്ടിയൊന്നുമില്ല. നടന്നു വന്ന് മോനെ കോരിയെടുത്ത് മടിയിലിരുത്തി അവനോട് കുറേ സംസാരിച്ചു, എല്ലാം ആശ്വസിപ്പിച്ചു, പ്രാർത്ഥിച്ചു. അച്ഛനോടും അവൻ ചോദിച്ചു, ഈ വീട് ഇടിയില്ലാന്ന് അച്ഛൻ എങ്ങനെ അറിയാം എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, ഈ വീട് അച്ഛനല്ലേ വെഞ്ചരിച്ചത്. ഇവിടെ ഇരിക്കുന്ന തിരുഹൃദയ രൂപം കണ്ടോ, തിരുഹൃദയ രൂപം വെഞ്ചരിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വീട്ടിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. അച്ഛൻ്റെ ആ വാക്ക് കൊച്ച് വളരെ കേട്ട ഉടനെ കൊച്ച് ഭയങ്കര കൺവിൻസ്ഡായി. അച്ഛൻ ഇനി വീട്ടിൽ പൊക്കോ, ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ് അവൻ കയറി കട്ടിലേക്ക് കിടന്ന് ഉറങ്ങി സമാധാനമായിട്ട്. ഈശോയെപ്പറ്റി പറയുമല്ലോ, ജീസസ് ഹീസ് ആസ് ക്ലോസ് ആസ് ദ മെൻഷൻ ഓഫ് ഹിസ് നെയിം. പള്ളിയച്ഛൻ എന്നും അങ്ങനെയായിരുന്നു, ഒരു വെളിപ്പാടകലെയായിരുന്നു എന്നും. ഏറ്റവും റീസെൻ്റായിട്ടുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത്, മനോജിനൊരു 1.5 വർഷം മുമ്പ് കിഡ്നി ഡിസീസായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആവശ്യം വന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അച്ഛനെ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. എല്ലാ ദിവസവും തന്നെ അച്ഛൻ മനോജിനെ വിളിക്കുമായിരുന്നു. ആദ്യം തുടങ്ങി അങ്ങനെയാണ്. പ്രത്യേകിച്ച് അസുഖം വന്നതിന് ശേഷം മിക്കവാറും എല്ലാ ദിവസവും തന്നെ അച്ഛൻ വിളിക്കുമായിരുന്നു മനോജിൻ്റെ വിശേഷം അറിയാനായിട്ട്. അപ്പം ഞങ്ങൾ അച്ഛനെ കാണാൻ പോയി. കിഡ്നി ഡിസീസ് വന്ന് സർജറിക്ക് പോകുന്നതിന് മുൻപും സർജറിയും ഐസൊലേഷൻ പീരീഡ് കഴിഞ്ഞും ഒക്കെ അച്ഛനെ കാണാൻ പോയി. അച്ഛനെ കാണാൻ പോകുമ്പോഴൊക്കെ അച്ഛന് വയ്യാണ്ടിരിക്കുന്ന സമയമാണ്, ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്, ഒത്തിരി വേദനയുണ്ട്. പക്ഷേ അച്ഛൻ ഞങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറപ്പെടുന്ന സമയം തുടങ്ങി അച്ഛൻ അവിടെ തിണ്ണയിൽ, കോഴിക്കോട് ഹൗസിൻ്റെ തിണ്ണയിൽ റെഡിയാണ്. ഇടയിൽ വിളിക്കും, ട്രെയിൻ എവിടം വരെ എത്തി, സ്റ്റേഷനിലെത്തിയോ, ടാക്സി കിട്ടിയോ, അങ്ങ് ചെല്ലുന്നോടം വരെ അച്ഛൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവിടെ എത്ര ക്ഷീണവും എത്ര വേദന ഉണ്ടെങ്കിലും അച്ഛൻ കിടക്കുകയില്ല, ഞങ്ങൾ പോകുന്നോടം വരെ ഞങ്ങളുടെ കൂടെ ഇരിക്കും. തിരിച്ചു വരികയാണെങ്കിലും അച്ഛൻ റെസ്റ്റ് എടുത്തോ, അച്ഛൻ ഉറങ്ങിക്കോ, ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞാലും തിരിച്ചു വരുന്ന വഴിക്കും ട്രെയിൻ എവിടെ എത്തി, സുഖമായിട്ട് പോകുന്നോ എന്നൊക്കെ ചോദിച്ച്, എന്നിട്ട് അച്ഛൻ പറയും, ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, നിങ്ങൾ വരുമ്പോൾ എനിക്ക് ഒത്തിരി എനർജി കിട്ടും എന്നൊക്കെ പറയായിരുന്നു. മനോജിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു മാസം മനോജിന് ഫോണൊന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടായിരിക്കണം അച്ഛന് മനോജിനെ വിളിച്ചിട്ടില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എന്നെ വിളിക്കുമായിരുന്നു, മനോജിൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ, കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട്. അങ്ങനെ ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുകയും ചെയ്തതാണ് അച്ഛൻ. അച്ഛൻ എനിക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഡാഡി ആയിരുന്നെന്ന് ഞാൻ പറയും. കാരണം 95 എൻ്റെ ഡാഡി മരിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാനുള്ളിടത്തോളം മോളെ നിനക്ക് ഡാഡി ഇല്ല എന്നുള്ള വിചാരം വേണ്ട എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ആ വാക്ക് അച്ഛൻ പാലിക്കുകയും ചെയ്തു.